സമയം മുതൽ പിരിഞ്ഞ നിമിഷം വരെ. ആ അത് എടുത്തോട്. എത്ര കഷ്ടപ്പാടുണ്ട്. കേക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ള ഗൈസ്. മിക്കവാറും കേക്കില്ലാത്ത ബർത്ത്ഡേ ആക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് മുട്ടായി അടിച്ചാലോ? ആൾക്കാരുണ്ടായി. നമ്മളെ സ്കിറ്റ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഇത്രേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിക്കുമോ? ശരി. അങ്ങനെ ഹലോ ഹാഡിയേഴ്സ്. അപ്പോൾ ഒരു പുതിയ ദിവസം കൂടി കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ കിച്ചണിലേക്ക് ചെന്നപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ മുക്കിയ സ്പൂൺ കൊണ്ട് ഇഡ്ഡലി ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഡ്ഡലി തട്ടുന്ന അത് വേർപ്പെട്ട് കിട്ടും കേട്ടോ. എനിക്ക് എൻ്റെ എനർജി പറഞ്ഞു തന്ന ഐഡിയയാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ച തിന്മയാണ്. ഞാനത് ഇളക്കിയെടുത്ത് വന്നേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി ഇന്നുമോൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇന്നുമോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിട്ടോ. ഇന്നുമോളും ഒക്കെ കോളേജിലേക്ക് പോകാൻ വേണ്ടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സായ്ക്കുട്ടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി നീട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നുമോൾ ദോശ കഴിക്കുന്നത് കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ നമ്മൾ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. സായ്ക്കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോയി. നമുക്ക് ഇന്നുമോൾക്കൊന്ന് കോളേജിൽ ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നുമോൾക്കൊന്ന് പീരീഡ്സ് ആയ കാരണം കൊണ്ട് ഇന്നുമോൾ ഇന്ന് കോളേജിൽ പോയിട്ടില്ല. അവൾ പീരീഡ്സ് ആകുമ്പോൾ 2 ദിവസം ലീവ് എടുക്കും. കാരണം ഈ ബസ്സിലൊക്കെ കയറി പറഞ്ഞ് പോകണ്ടല്ലേ. അപ്പോൾ ഞാൻ തന്നെ പറയും 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ തന്നെ അവളോട് പറഞ്ഞതാണ്. അപ്പോൾ ഇവർക്ക് ഈ പീരീഡ്സ് ആകുമ്പോൾ ഈ കാലിന് ഭയങ്കര വേദന ആയിരിക്കും. അതിപ്പോൾ എനിക്കും ഉണ്ടാവും. പിന്നെ ഇക്കാക്കും നിന്നിട്ടുള്ള ജോലിയല്ലേ. അപ്പോൾ ഇക്കാക്കും കാലിനൊക്കെ ഭയങ്കര വേദന ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കാൽ വേദന ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇവർക്കാണെങ്കിൽ മസാജ് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരു കാലിങ്ങനെ മസാജ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഒരു മസാജ് ചെയ്യണം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നുകൊടുത്ത് ഇനി ഇതിൻ്റെ സഹായം ഇല്ലാതെ കാല് മസാജ് ചെയ്യാനുള്ള ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ. ഞാൻ ഇങ്ങനെ കൂടി യൂസ്ഫുൾ ആവും. ഈ പീരീഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ കാല് വേദനയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സംഭവം കാണിച്ചാലേ കുറച്ച് വൃത്തിയാക്കാൻ നോക്കിയിട്ട് അവളെ കാലം പരന്ന് നടക്കുന്നത് ഇന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് അവൾ എത്ര വൃത്തിയാക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ നമുക്ക് ഇന്നലെയാണ് ആമസോണിൽ വന്നിട്ടുള്ളത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇക്കാൻ്റെ കാല് വേദനക്ക് കൂടി വാങ്ങിയ സംഭവം കേട്ടോ. ഇക്കാൻ്റെ അൺബോക്സ് ചെയ്തോളൂ അത്രയ്ക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരോന്റെ എയർ കംപ്രഷൻ ലെഗ് മസാജർ കേട്ടോ. കാൽവേദനയുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ കാല് മൊത്തം ആരുടെ സഹായം ഇല്ലാതെ മസാജ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു യൂസർ മാനുവൽ കിട്ടും കേട്ടോ. ഇത് നമുക്ക് 1 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. കൂടാതെ ഈ പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ യൂസ് ആക്കണം എന്നുള്ള വിശദമായ വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കാർഡും കൂടി ലഭിക്കുന്നുണ്ട്. ഇതിൽ കസ്റ്റമർ സർവീസ് നമ്പർ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഇതിലുള്ള ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്കിത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാറണ്ടി 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഗ് മസാജർ കേട്ടോ. ഇത് നമ്മുടെ വലത്തേക്കാലിനും ഇടത്തേക്കാലിനും ഉള്ള സംഭവമുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. ഈ കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിലെ എയർ കംപ്രഷൻ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ ഉണ്ട്. നമ്മൾ ഈ ലെഗ് മസാജർ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കാലിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കാലിൽ വേദന, നീർക്കെട്ട്, നമ്മുടെ വെരിക്കോസ് വെയിന്, നമ്മുടെ ഈ കാൽ തരിപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതിനൊക്കെ ഭയങ്കര ആശ്വാസം ലഭിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ട് ഈ സംഭവം എന്ന്. ഇനി നമുക്ക് ഈ സംഭവം ഒന്ന് യൂസ് ചെയ്ത് നോക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇത് ലെഫ്റ്റ് ലെഗിലാണോ റൈറ്റ് ലെഗിലാണോ യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്സൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് നല്ല സ്ട്രോങ് മസാജ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രാപ്പ് നല്ല ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് മസാജ് കിട്ടും കേട്ടോ. ലൈറ്റായിട്ട് മസാജ് മതിയെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഇതിൽ തൈസിൻ്റെ അവിടെ മാത്രമാണ് ഒരു അയൺ റോഡ് ഉണ്ട്. ബാക്കി എല്ലായിടത്തും ഇതിൽ എയർ നിറയാനുള്ള ഒരു ബാഗ് പോലെ തന്നെയാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഗീതം പഠിക്കണമെന്ന് വീടിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചം കുറവായ കാരണം കൊണ്ട് നല്ല വെളിച്ചത്തിൽ തന്നെ നമുക്ക് ഇത് സംഭവം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുമ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൺട്രോളുമായിട്ട് ഇതിൻ്റെ വയറൊക്കെ ഘടിപ്പിച്ചു. ഇത് നമ്മുടെ റിമോട്ട് കൺട്രോളാണ്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ കേട്ടോ. ഇതിൽ M1, M2, M3 പറഞ്ഞ 3 മോഡുകളുണ്ട്. M1 എന്ന് പറയുമ്പോൾ സ്ക്വീസിങ് മോഡ്, M2 എന്ന് പറയുമ്പോൾ സർക്കുലേഷൻ മോഡ്, M3 എന്ന് പറയുമ്പോൾ ഹോൾ ലെഗ് ആണ് കേട്ടോ. ഇതിൽ എയർ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 തരം സംഭവങ്ങളാണുള്ളത്. അതായത് മിനിമം, മിഡിൽ, മാക്സിമം, അങ്ങനെ 3 സംഭവങ്ങളുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇനിമോൾ ഇത് പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അവൾ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ട്. ഓണാക്കിയ M1 മോഡലാണ്. സ്ക്വീസ് മോഡലാണ് ഓൺ ആക്കുമ്പോ തന്നെ വരിക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫീറ്റ്
പമ്പ് ചെയ്യും, പിന്നെ ഇവിടെ പമ്പ് ചെയ്യും, പിന്നെ നമ്മളെ ഈ തൊടന്റെ ഇവിടെ അവിടെയും പമ്പ് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് പമ്പ് ചെയ്ത് വരിക. അതാണ് സ്ക്വീസ്. നമ്മൾ കാല് ഒഴിയുമ്പോ അങ്ങനല്ലേ 1 2 3 അങ്ങനല്ലേ വരിക. അതേപോലെ ഈ സ്ക്വീസ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നല്ല റിലീഫ് ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് M2 സർക്കുലേഷൻ മോഷനിലാണ്. അപ്പൊ നമുക്ക് അത് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. സർക്കുലേഷൻ മോഡ് നോക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അപ്പൊ നമ്മളെ ഫീറ്റിന്റെ അവിടെ പ്രഷർ ഇങ്ങനെ നടന്നു, കാലിന്റെ 4 പുറം പ്രഷർ ഫീൽ ചെയ്യും. 4 പുറം ഫീൽ ചെയ്യും. മൊത്തത്തിലൊരു പ്രഷർ അവിടെ കൊടുക്കും, പിന്നെ മൊത്തത്തിൽ പ്രഷർ ഇവിടെ കൊടുക്കും, പിന്നെ ഇവിടെയും കൊടുക്കും. മൊത്തത്തിൽ പ്രഷർ ഉണ്ടാവും. സർക്കുലേഷൻ മോഡിലല്ല എത്ര നേരം ടച്ച് ചെയ്യുന്നത് കണ്ടോ? സർക്കുലേഷൻ മോഡില് നമുക്ക് ഹോൾ മോഡിൽ ഇട്ട് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഹോൾ മോഡിൽ ഇടുന്ന സമയത്ത് കാല് ഫുള്ളായിട്ട് മസാജ് ചെയ്യട്ടോ. ഫീറ്റ് അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് കയറിയാൽ അങ്ങനൊന്നുമില്ല. ഹോൾ ലെഗ് ആണ് മസാജ് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ പ്രഷർ മോഡ് മിനിമം, മിഡ്, മാക്സിമം ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാനിപ്പോ മിനിമത്തിൽ ടച്ച് ചെയ്യുന്നത്. അതാണ് ഒരു മിനിമം രീതിയിൽ മസാജ് ചെയ്യുന്നത്. മാക്സിമത്തിലും മിഡിലൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി നല്ല പ്രഷർ വരും. ഞാൻ മിഡിൽ ഇട്ട് നോക്കി. അപ്പൊ കുറച്ച് പ്രഷർ കൂടുതലായ കാരണം ഞാൻ മിനിമത്തിൽ ഇടുന്നുള്ളൂ. മിഡും മാക്സിമം എനിക്ക് താല്പര്യം ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് ഇട്ട് നോക്കാം. ഇടാലോ. നമ്മുടെ മിഡിൽക്കാക്കി വെച്ചിക്കാണ്. മിഡിൽക്കാകുമ്പോൾ പ്രഷർ നല്ല കൂടുതലുണ്ട്. നല്ല പ്രഷർ. നമുക്ക് ഈ നമ്മള് ഒട്ടിച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, എങ്ങനെ പോയിട്ടുണ്ടോ കേൾക്കാം. ഓക്കെ, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചോപ്പ് കത്തി. സാധാരണ നടന്നിട്ട് കാല് വേനിക്കാല് പീരീഡ്സ് ആയിട്ട് കാല് വേനിക്കുക അവർക്കൊന്നും ഈ മാക്സിമം വേറെ ആവശ്യമില്ല. മിനിമത്തിൽ ഇട്ടാൽ ധാരാളമാണ്. അങ്ങനെ എൻ്റെ മോളുടെ ലെഗ് മസാജിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തത് നമ്മൾക്ക് ഇക്കാക്കാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇക്കാക്ക് എന്താ പറയാനുള്ളത് കേട്ടോക്കാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? നല്ലൊരു സുഖമുണ്ട്. ഫുള്ള് പ്രഷർ കയറി എന്നിട്ട് ഡൗൺ ആവുന്നുണ്ട്, പിന്നെ പ്രഷർ കയറും, പിന്നെയും ഡൗൺ ആവും. കാലിന് സുഖം കിട്ടുന്നുണ്ട്. നല്ല സുഖമുണ്ട്. ഇത് നമ്മൾ ശരിക്കും കാലുവേദന ഒക്കെ ഉള്ള ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഇതിന്റെ മസാജിങ് നല്ല സുഖമുണ്ട്. ശരിക്കും നമ്മൾ എന്താ പറയാ, ഒരു മനുഷ്യന്മാർ നമുക്ക് മസാജ് ചെയ്തല്ലേ അതുപോലെയൊന്നുമല്ല. ശരിക്കും നമ്മളെല്ലാ കാലിന്റെ അടിയില്, കാലിന്റെ മടമ്പില്, ഇവിടെയൊക്കെ നല്ല പ്രഷർ ഉണ്ട്. ശരിക്കും ഒരാളിങ്ങനെ അമർത്തി ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പിഴിഞ്ഞെടുക്കൂലേ, അത്ര സുഖം. നമുക്കൊരു കാലുവേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ നമ്മുടെ കാലിന്റെ ഈ ഭാഗം മസാജ് ചെയ്തെങ്കിൽ, ഈ ഭാഗം മസാജ് ചെയ്തിരുന്നെങ്കിൽ ഇത് അതുപോലെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാലിന്റെ വേദന നമുക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ അവിടെ ഒക്കെ ഇവിടെ നല്ല പ്രഷറും നല്ല മസാജും കിട്ടുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, കാലുവേദന ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, പീരീഡ്സ് ആകുമ്പോൾ നല്ല വയറുവേദന ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റാണ്. നിങ്ങളത് ഉറപ്പായിട്ട് വാങ്ങിച്ചിട്ട് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഷെബിനാന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഷെബിനാന്റെ വീട്ടിലേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ രാവിലെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുക. ഞാൻ രാവിലെ ഫോൺ ഇങ്ങനെ തോണ്ടിരിക്കുമ്പോഴാണ് ഓ സ്റ്റാറ്റസ് കണ്ടത്, എന്റെ മരത്തിൽ ഞാൻ എന്താണ് ഇലാന്ന് ആലോചിച്ചപ്പോഴാണ് മുപ്പത്തിന്റെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലായിട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ബർത്ത്ഡേ ഷെബിനാന്റെ വീട്ടിൽ നിന്നല്ലായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഷെബിന് പറഞ്ഞിരുന്നു മറ്റേ യുണ്ടിമനോട്, എടാ ഇക്കും സർപ്രൈസ് തരുന്നുണ്ടോന്ന്. അപ്പം പിന്നെ ആൾ പറയാറുണ്ട് ആരെങ്കിലും സർപ്രൈസ് തരാറുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ പിന്നെ അത് ആരെങ്കിലും ആവണ്ട, നമ്മൾ തന്നെ അവൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഷെബിനാന്റെ വീട്ടിലേക്ക് വേഗം പോകണം. സായിക്കുട്ടി സ്കൂളിലാണ് കേട്ടോ. അപ്പൊ 3:45 ഓൻ തിരിച്ചു വരും. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഓനറിയാത്ത 11 മണിക്ക് വണ്ടി പറഞ്ഞിട്ട് 10:45 അമ്മേ. അതായത് കുറച്ച് സമയമുള്ളൂ. നമ്മളിങ്ങനെ പോയി വന്നത് ഈ സായിക്കുട്ടി അറിയാനേ പാടില്ല. അവന് വീഡിയോ കാണുമ്പോൾ മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ. തുമ്പ് പോലെ അറിയാൻ പാടില്ല. അതെ, ഇന്ന് നേരല്ല, വേഗം ഞങ്ങൾ വേഗം ഒരു ഈ ചാളക്കോലൊക്കെ മാറ്റി ഒരു നല്ല അടിപൊളി കോലാക്കട്ടെ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ തയ്യാറെടുപ്പ് ഈ ഒരു കവറിൽ നിന്നും നമുക്ക് പറ്റിയൊരു ഡ്രസ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഒരാള് ഷെബിനാർക്ക് പോകുമ്പോൾ ഇടാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സാണ് ഇത്. എത്ര 10,000 കുപ്പായങ്ങളുടെ ഒളുക്കെന്ന് അറിയോ? എന്നാലും ഒളുക്ക് ഇമാതിരി ചാളക്കുപ്പായം പറ്റുള്ളൂ. അതെ, ഈ എത്രയൊക്കെ സുഖിക്കണ്ട. അതിന്റെ മുകളിൽ നല്ല കുപ്പായം എടുത്തിട്ട് എത്ര കുപ്പായങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടെന്ന് അറിയോ ഗൈസ്? ചാളക്കുപ്പായിട്ട് വന്നേക്കാം. നല്ല അടിപൊളി കുപ്പായത് ഇക്ക്. അതാ അതിന്റെ മുകളിലുണ്ട് ഒരു ചിറകിലൊരു കുപ്പായം. അത് എടുക്ക്. അത് നബിലാമ തന്ന കുപ്പായാണ്. എടുക്ക്. അത് എടുത്തോട്. എത്ര കഷ്ടപ്പാടുണ്ട്. ഒക്കെപ്പാടോട് മണ്ടക്ക് നിൽക്കണ്ട. മഞ്ചമൊന്നിൽ നിനക്ക് മൂടാൻ പുതപ്പു നെയ്യാം നീ പിറന്ന നീ പിറന്ന സമയം മുതൽ
നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ. അല്ല അപ്പം നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും പോണ പോലെ തന്നെ തിരുപ്പൂർക്ക് പോയിട്ട്, തിരുപ്പൂർക്കല്ല കേട്ടോ, അവിടെ തിരുപ്പൂർ ഇങ്ങനെ ഷോപ്പിക്ക് അവിടേക്ക് പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കാണ്ട് ഞാൻ വേണ്ടി പോവാണ്. ഓട്ടോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഷാളും ഇട്ടതെല്ലാം ഭംഗി ഉണ്ടാവില്ലേ അല്ലേ? ഞാൻ അധികം നോക്കണ്ട. ഇതാ ഗ്രീന് രസമുണ്ട് അല്ലേ? കൊള്ളാം. അത് രസമുണ്ട്. ശരി, മാച്ച് ആവുമോ? ഗിഫ്റ്റ് ബാഗ് പൊന്നിയാലും 12 അപ്പോൾ അവർ ഗിഫ്റ്റ് ബാഗിൽ ആണ്. എന്തൊക്കെയോ വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. എന്തൊക്കെയാ വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്? ഇവിടെ വന്ന് എന്തൊക്കെയോ വാങ്ങിക്കാൻ തോന്നുന്നു. ഉണ്ടാവും, പക്ഷെ കൊണ്ട് വരില്ല. കേക്ക് ഇവിടെ നിന്ന് കിട്ടാമല്ലോ ഗൈസ്. മിക്കവാറും കേക്കില്ലാത്ത ബർത്ത്ഡേ ആക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് മുട്ടായി അടിച്ചാലോ? ഞാനേ ഇതിലിട്ടാ പോയത് ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, കേക്കാണ് നന്നായി വലിയ സ്റ്റൈല് വലിയ കൂടിയിട്ടാണ്. ശിവരാത്രി കേക്ക് പറയുന്ന യോഗല്ലേ ഗൈസ്. നമ്മൾ തിരഞ്ഞ് കണ്ടെത്തി ഈ കേക്ക് മതിയാ. ആൾക്കാരുണ്ടായി. ഹാപ്പി ബർത്ത്ഡേ ഷബ്നാണ്. പിന്നെ അമ്മയിൽ എഴുതാൻ പറ്റില്ലല്ലോ. ഇന്നെങ്ങാനും കഴിയോ? അതാ കേക്ക് ഏതാ സ്റ്റൈൽ? മിക്ക സ്ഥലം ഞാൻ തന്നെ ഉണ്ടാക്കും. ഇനി 2 ലവ് കൂട്ടല്ലേ? എന്തായാലും ലവ് അല്ല, ഞാനൊന്നും പറയുന്നില്ല. 2 ലവ് ചെറുതായി ചെറുതാട്ടാ. ഉഷാറായിട്ടുണ്ട്. ഇതൊന്ന് പാക്ക് ചെയ്ത് തള്ളിട്ടാ. ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളെ സ്കിറ്റ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഇത്രേ. നമ്മളങ്ങനെ ഷിബ്നാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷിബ്നാൻ്റെ അയൽക്കാരനെ കൊണ്ടിട്ട് ഷിബ്നാനോട് വേഗം വരാൻ പറഞ്ഞേക്കും. ഇവിടെ വീട്ടിൽ ആരോ വന്നിക്കണമെന്ന് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞേക്കാണ്. ആൾക്ക് സർപ്രൈസ് ആയാൽ മതിയെന്ന്. നമുക്ക് ഇന്ന് എല്ലാവർക്കും ഓരോ ലഡു കൈ പിടിക്കാം. നമ്മൾ വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു വരാം. അപ്പോൾ ലഡു മാത്രമേ വിചാരിക്കും. ഇല്ല, അപ്പോൾ പിന്നെ അമ്മായിക്ക് ഇവിടെ കൊടുക്കാനായിക്കോട്ടെ. എന്ത് ലഡു വായൊക്കെ ചുരുക്കണം? അതൊന്നും അറിയില്ല. അത് വരുമ്പോ ഒന്നും കാണിക്കരുത്, ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ടാ വെറുതെ വെറുതെ അപ്പോൾ വായിലും മധുരം കൊടുക്കണം. അനക്ക് അറിയുന്ന കഥകളൊന്നും ലഡു എടുത്ത് വയലോട് കൊടുക്കട്ടെ. സ്കൂട്ടി വന്ന് ഇറങ്ങണ അണ്ണാക്കിട്ട് കയ്യിൽ പിടിക്കണം. അവൾ അറിയരുത്. ലഡു എൻ്റെ വായൊക്കെ വെച്ച് കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു പറയാം. ആയിക്കോട്ടെ. വലിയ മരത്തുമ്പോ പേരക്കാണല്ലോ, ചെറിയ മരത്തുമ്പോഴൊക്കെ പേരക്ക ഉണ്ടാവണം. സർപ്രൈസ് ആക്കാൻ വേണ്ടി നിലത്തന്നെ ഇരുന്നിക്കാണ്. ചാർജ് തീരും. 82 ഉണ്ടോ? സോ ഗൈസ്, അമ്മായി ആ റൂട്ട് കൂടെ ഇപ്പൊ വരും. ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
ഈ റൂട്ടിൽ കൂടെ വരുമെന്ന് പറയാൻ പറ്റൂല. ഇല്ല, ഇത് കൂടെ തന്നെ വരാൻ പറ്റുള്ളൂ. മറ്റേതാ ഊട്ടി ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാവും, അപ്പൊ മുഖത്തെ ഭാവം കണ്ടെത്താൻ പറ്റൂല. ഇല്ല, അതൊരു പ്രശ്നം. മാസ്ക് ഇല്ലേ കണ്ടെത്താൻ പറ്റും. മാസ്ക് ഇല്ലല്ലോ, അപ്പൊ കണ്ടെത്താം. അതെ, ഓള് വേഗം വന്നാൽ മതിയെന്ന്. മറ്റേത് ആരെങ്കിലും ഒക്കെ പതുക്കെ പോവാ വിചാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്നതാവോ. ആരറിയില്ലല്ലോ, ഇതൊരു അത്യാവശ്യം ആൾക്കാരാണെങ്കിലും അങ്ങനെ വിചാരിച്ചില്ല തോന്നുന്നു. കാരണം ആളെ ഈ സമയത്ത് കാണാല്ല. ഇല്ല, അത് ഹെൽമെറ്റ് ഇട്ട് സ്കൂട്ടി ഒക്കെ സ്റ്റാർട്ടാക്കി വരണ്ടേ. ഞങ്ങളൊക്കെ അല്ല സ്കൂട്ടി സ്റ്റാർട്ടാകും, ടൈം എടുക്കും. ഞാൻ വിചാരിച്ചേ ആ വളവിന്റെ അവിടെ പോയി നിന്നിട്ടേ അമ്മയുടെ ഒരു അത് നല്ല സർപ്രൈസ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിക്കുമോ? കഴിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇഞ്ഞും കൊടുത്തോ? അതെ അതെ, ലഡു മാത്രമേ കേട്ടോ. ഇത് കയറി പോരെ. കേക്കൊന്നും ഇല്ലാണ്ട് പോകുന്നോട്. അമ്മാന്റെ കല വേറെ ആളാണ്. പോരെ അത് ഞങ്ങൾക്ക് വേഗം ജ്യൂസും ചോറും കറിയൊക്കെ ഉണ്ടാക്കിക്കോളെ. ഞങ്ങൾ വെറും ലഡു മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലഡു പതിന് മുക്കാൻ ഞാൻ തിന്നു. അങ്ങനെ സംസാരിക്കാതില്ല. കഴിക്കില്ല. വഴിക്കത്ത് കൊടുക്ക, അകത്തത് കൊടുക്ക. സർപ്രൈസ് സർപ്രൈസ്. തുറന്നു തരണ്ടേ? സായിക്കുട്ടി അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നത്. കുട്ടിയില്ലാത്ത ബർത്ത്ഡേയാണത്. എന്നാ കേക്ക് വെട്ടാം. ഞങ്ങൾ എവിടെയൊക്കെ പോയി തെരഞ്ഞെടുത്ത കേക്ക് എന്നറിയാവോ? ഈ ലൈറ്റ് ഉണ്ടായിട്ടാ ഗൈസ്. ഷെഫിന്റെ കടയിൽ പോകുമ്പോ ഇവിടെ വീടൊക്കെ ആകെ അലങ്കോലപ്പെടുത്തിട്ടാ പോയിക്കണം കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ വരും നൂള് അറിഞ്ഞിട്ടില്ലല്ലോ. മുകളിലിടും മൊത്തം ഇടും. ചോറൊക്കെ ഞങ്ങള് വെച്ചിട്ടാ പോകുന്നത്. നല്ല സാമ്പാർ വീഴുവാ. അനക്കല്ലേ അതിനുള്ളിൽ സർപ്രൈസ് ഉണ്ട്. അനക്കല്ലേ വലിയ ആരും മറ്റേ അല്ല സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ. സമ്മാനം എന്താ സർപ്രൈസ്? എന്താ ഞാൻ എഴുതിയതോ? അവിടെ അവിടെ എഴുതുന്ന ആളില്ല അത്ര. എങ്ങനെ എന്നൊരു കാര്യം ചെയ്യും. കേക്ക് വെട്ടുന്നതിന് പിന്നെ കേക്ക് വെട്ടുമ്പോ പിന്നെ നല്ല പുതിയ ഡ്രസ്സ് ഇടണ്ടേ? പോയിട്ട് ബർത്ത്ഡേ ഡ്രസ് ഇട്ട് വരും. ബർത്ത്ഡേ ബേബി അല്ല ആവേശം. അത് ഞങ്ങൾക്ക് അപ്പക്കപ്പേനെ പൊലി പോണതിന് മുമ്പ് കാര്യങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് പോയി ഇട്ട് വന്നോടെ. മീനൊന്നല്ല, ശരിക്കും പോലെ ഇട്ടിട്ടുണ്ട് വായോന്. അപ്പൊ ഇതാണ് നമ്മളെ ഷെബിനാന്റെ ബർത്ത്ഡേ ഡ്രസ്. വാവ്, നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഞങ്ങൾക്ക് കേക്ക് വെട്ടല്ലേ? അവർക്ക് ഇതിനെ പറ്റി ഫോട്ടോ തൊട്ടിരിക്കാം. അതെ, 2-3 ഫോട്ടോ എടുത്തു. അപ്പോ ഇന്നും മറ്റേ ഷെബിനാന്റെ ബർത്ത്ഡേ ആയിട്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. ഇന്നുമ്പോൾ എന്താണിത്? തീരെ കുറച്ചായ കേക്ക് മുറിക്കാം ഗായ്സ്. അപ്പൊ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അമ്മായി. അതിങ്ങനെ വലിച്ചെടുക്ക ഷെബിന. ഞാൻ ജീവിതത്തിൽ ആദ്യം കേൾക്ക ഷെബിന. രണ്ടാമത്തല്ലേ? എക്സ്പീരിയൻസ് ഇല്ലേ? ആ ശരിയാണല്ലോ. ആ ഉണ്ട്, അത് വീഡിയോയിലും ഉണ്ട്. ആ കേക്ക് തന്നിട്ട് ആദ്യത്തെ കേക്ക് അവസാനത്തെ പോർന്നപ്പോ എന്നത്തെ രണ്ടാമതല്ലേ? ഷെബിനാന്റെ ഗൈസ് പെരുന്നാളിറച്ചി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു മകനും മാത്രമേ ഉള്ളൂ.
ഒന്നും കളഞ്ഞില്ല. നെയ്യിന്റെ മണ്ണുണ്ട് നല്ല കുട്ടി തിന്നില്ല. കറി പോലെ കൂട്ടില്ല. ഉള്ളി അതാണ് രസം ഉണ്ടായത്. അമ്മായി നാലാൾക്കാരും ഒരാൾ കൂടി എക്സ്ട്രാ വന്നാ പോയി മമ്മി ഇമ്മയൊക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ട്. പക്ഷെ അമ്മായി എന്തുണ്ടാക്കിയാലും എങ്ങനെ ഷെബിനാണ് പറ്റുന്നേ. ഇവിടെ കുറച്ചു മുമ്പ് ഗൈസ് മറ്റേ ആടർച്ചിന്റെ കാര്യം പറയുന്നു. പെരുന്നാക്ക് ഷെബിനാന്റെ ആ തിരുവില് ആടിന് അറുക്കുന്നു പറഞ്ഞിട്ട് നമ്മൾക്ക് ഭയങ്കര ആഗ്രഹം ആടർച്ചി കഴിക്കാൻ. പക്ഷെ ഷെബിന ആടർച്ചി അത് കൊടുത്തു. അതും ശരിയാ. അപ്പൊ നമുക്കൊരു ബൂസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് വേഗം നാളത്തെ സൂപ്പർ ഫാസ്റ്റ് അല്ല ഇന്നത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അയ്യേ ഒന്നുമല്ല. ഈ ബൂസ്റ്റ് കുടിച്ചിട്ട് ഞങ്ങളോട് വിട്ടോളാന്ന് പറഞ്ഞേക്കുന്നത്. ആൾക്ക് കടയ്ക്ക് വന്നിട്ട് വേറെ പണിയുടെ എത്ര കൊള്ളാം. ബൂസ്റ്റ് മാത്രമല്ല ബിസ്ക്കറ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഷേപ്പ് വേണം ബിസ്ക്കറ്റിന്. നമുക്ക് കഴിക്കാം. ബലവും കുറവാ വിലയും കുറവാ ബലവും കുറവാ അത്ര ബിസ്ക്കറ്റിന്. അങ്ങനെ നമ്മള് ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് പോകാൻ നിൽക്കട്ടോ. അപ്പൊ ഷിബിനാന്റെ വീട്ടിൽ കുറേ എന്തുണ്ട് നെല്ലത് അങ്ങ് പൊടിച്ചെന്നാളെ ആ ഇങ്ങനത്തെ 3-4 മരം നമ്മളെ വീട്ടിലുണ്ടല്ലോ. അല്ല നമ്മളെ വീടിന്റെ ഇല സോറി ആ ഇതാണ് ആ കിട്ടി അഞ്ഞു പോലെ. അപ്പൊ അങ്ങനെ നമുക്ക് നേരെ പോവാം. എടി ഷെബിനോ എന്നിട്ട് ഈ ബർത്ത്ഡേ ഒക്കെ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? എന്നാ ഹാപ്പി ബർത്ത്ഡേ ടു കേട്ടോ. ഒരു വർഷം കൂടി ഞങ്ങൾ പോയി. എനിക്കും പോകാം. ഇതെന്താ നീ കാണിക്കുന്നത്? അപ്പൊ വാടൂലേ? അത് ഞങ്ങക്ക് ഒരു 3-4 ദിവസം ഹോട്ടലങ്ങ് പുത്തിരിയല്ല. പക്ഷെ ഇവിടെ ഒന്ന് ഞങ്ങൾ പോയിട്ടാ. നമ്മളെ കണ്ടോ? കണ്ട ഞങ്ങളാ എന്താ പ്രത്യേകത? ഇങ്ങോട്ട് വാ പോണത് എന്താണ് നാണം? മിഠായി വേണം വാങ്ങിക്കണ മിഠായി. നാല് ജീജി തന്നെ ഇതിന്റെ ഇടന്ന് കണ്ടെത്തിയല്ലോ. വല്ലാത്തൊരു അത്ഭുതം. വല്ലാത്ത കണ്ണൻ കേട്ടോ. ഇതിന്റെ ഇടന്ന് എങ്ങനെ കിട്ടി? ചില്ലയിക്കോ. ശരി ടാറ്റ.